അതിക്രൂരമായ കാഴ്ച ബംഗളൂരു ചന്ദാപുരയിൽ നിന്ന്. ഭാര്യയുടെ തല വെട്ടിയെടുത്ത ഭർത്താവിന്റെ സ്കൂട്ടർ യാത്ര. പരപുരുഷ ബന്ധം ആരോപിച്ചാണ് നിഷ്ഠൂര കൊലപാതകം. ഹെബഗോഡി സ്വദേശി മാനസയാണ് ഭർത്താവ് ശങ്കർ കൊന്നുകളഞ്ഞത്. ഇന്നലെ രാത്രിയാണ് രക്തത്തിൽ കുളിച്ച നിലയിൽ ശങ്കർ സ്കൂട്ടർ ഓടിച്ചു പോകുന്നത് പോലീസിന്റെ ശ്രദ്ധയിൽപ്പെടുന്നതും തുടർന്നുള്ള പരിശോധനയിൽ സ്കൂട്ടർ ഫുട്ബോർഡിന് മുകളിൽ ഒരു സ്ത്രീയുടെ തല കണ്ടെത്തുന്നതും. അനേക്കൽ ചന്ദാപുര റോഡിലൂടെയാണ് ശങ്കർ എന്ന യുവാവ് ഭാര്യയുടെ വെട്ടിയെടുത്ത തലയുമായി സ്കൂട്ടർ ഓടിച്ചത്. ഇത് കണ്ട പ്രദേശവാസികൾ പോലീസിൽ വിവരമറിയിച്ചു. പട്രോളിംഗിലുണ്ടായിരുന്ന പോലീസ് സംഘം ഉടൻ തന്നെ സ്ഥലത്തെത്തി പ്രതിയെ പിടികൂടി. ഭാര്യയെ കൊലപ്പെടുത്തിയ ശേഷം പോലീസിൽ കീഴടങ്ങാൻ വരികയായിരുന്നുവെന്നാണ് നൽകിയ മൊഴി. ഹെബഗോഡി സ്വദേശി മാനസയാണ് കൊല്ലപ്പെട്ടത്. മാനസയും ശങ്കറും ഏറെ നാളത്തെ പ്രണയത്തിനു ശേഷമാണ് വിവാഹിതരാകുന്നത്. ഈ ബന്ധത്തിൽ ഒരു കുട്ടിയുമുണ്ട്. കഴിഞ്ഞ ദിവസം ശങ്കർ ജോലിക്ക് പോയി മടങ്ങിയെത്തിയപ്പോൾ മാനസയെ മറ്റൊരു യുവാവിനൊപ്പം കണ്ടു. ഇതാണ് കൊലപാതകത്തിലേക്ക് നയിച്ചത്. യുവാവിനെ അടിച്ചോടിച്ച ശേഷം മാനസയെ കുത്തിക്കൊലപ്പെടുത്തുകയായിരുന്നു. തുടർന്ന് തല വെട്ടിയെടുത്ത് സ്കൂട്ടറിന്റെ ഫുട്ബോർഡിൽ വെച്ചു. വെട്ടിയെടുത്ത തലയുമായി സൂര്യനഗർ പോലീസിൽ കീഴടങ്ങാനാണ് ഇയാൾ പോയത്. ഇതിനിടയിലാണ് പോലീസിന്റെ പിടിയിലാകുന്നതും. ദമ്പതിമാർ തമ്മിൽ അടുത്തിടെ നിരന്തരം വഴക്കുണ്ടാകാറുണ്ടെന്ന് സമീപവാസികൾ മൊഴി നൽകി. ശങ്കറിനെ അറസ്റ്റ് ചെയ്ത ശേഷം കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തിരിക്കുകയാണ്. മാതൃഭൂമി ന്യൂസ്, ബംഗളൂരു.